Good morning to all. So in the last class we were studying about a density and floating and sinking. So I told you to do some experiments and all, whether it will float or sink. What is the meaning of float? Float means ഒഴുകി നടക്കുക, വെള്ളത്തിലൂടെ ഒഴുകി നടക്കുന്നത്. Sinking means going down into the water, വെള്ളത്തിനടിയിലേക്ക് പോകുന്നത്, മുങ്ങിത്താഴുന്നത്, means drawn, താഴുന്നത്. Okay. So the things which have weight will sink into the water. അതിൻ്റെ എന്താ പറയേണ്ടത്, നീളത്തിനേക്കാൾ കുറവാണ് വെയിറ്റ് എങ്കിൽ, നീളം വെച്ച് നോക്കുമ്പോൾ അതിനൊരു ആവറേജ് ഉണ്ട്, അത് വെച്ച് നോക്കുമ്പോൾ ആ വസ്തുവിന് വെയിറ്റ് കുറവാണെങ്കിൽ വെള്ളത്തിൽ മുങ്ങത്തില്ല, പകരം എന്ത് ചെയ്യുന്നു, ഫ്ലോട്ട് ചെയ്യും, വെള്ളത്തിൽ ഒഴുകി നടക്കും. പിന്നെ ഇഫ് ദ തിങ് ഈസ് ഹോളോ ഇൻസൈഡ് ഇറ്റ് വിൽ നോട്ട് സിങ്ക്. ഫോർ എക്സാമ്പിൾ ലൈക്ക് കോക്കനട്ട് ഈസ് ഹോളോ ഇൻസൈഡ്, അതിൻ്റെ ഉള്ളിൽ ഹോളോ ആണ്, ഇങ്ങനെ എയർ ഉണ്ട്, അതായത് അതിൻ്റെ ഉള്ളിൽ സ്പേസ് കുറെ ബാലൻസ് കിടക്കുന്നു. ആരാണ് പറയുന്നയാള് മനസ്സിലായില്ല. ശ്രീ വിഷ്ണു, എന്താ മോനെ പറഞ്ഞത്? ക്ലിയർ ആയിട്ട് കേട്ടില്ല. ഇടമത്തെ റേഞ്ച് പ്രോബ്ലം തോന്നുന്നു. ഈ ഡെൻസിറ്റിനെ കുറിച്ച് ഞാൻ മുമ്പേ പഠിച്ചിട്ടുള്ളത്. ഓക്കെ, ഗുഡ്. ഡെൻസിറ്റിയെ കുറിച്ച് മുന്നേ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരു വസ്തു ഞാൻ പറഞ്ഞ പോലെ നമ്മളൊരു കോലിന് കനമുണ്ട്, ഈ പച്ചക്കോലാണെങ്കിൽ അതിന് കനമുണ്ട്, വെയിറ്റ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ അത് വെള്ളത്തിലേക്ക് ഇട്ടാൽ മുങ്ങിപ്പോകാതെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. അതിന്റെ കാരണം അതിന് കുറെ നീളമുണ്ട് അല്ലെ, ആ നീളത്തിനനുസരിച്ചുള്ള വെയിറ്റ് അതിനില്ല. ആ നീളത്തിന്റെ അനുസരിച്ചുള്ള വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട് അതെന്ത് ചെയ്യുന്നു, സംഭവം വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്നു. ലൈക്ക് ഇപ്പൊ നമ്മൾ പറയുന്ന തടി, വലിയ തടി മീൻസ് പച്ച തടിയാണെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ വെയിറ്റ് ഉള്ള സാധനം എന്ത് സംഭവിക്കും, വെള്ളത്തിൽ താന്നു പോകും. പക്ഷെ വെയിറ്റ് ഇല്ലാതെ അത് ഉണങ്ങി കഴിഞ്ഞു കഴിഞ്ഞാല്, അല്ലെങ്കിൽ പച്ചയാണെങ്കിൽ പോലും അതിന് കുറെ നീളമുണ്ട് പക്ഷെ വെയിറ്റ് കുറവാണെന്നൊരിക്കല് എന്താ, അത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഓക്കെ, നമ്മൾ പറഞ്ഞ ഞാനൊരു കുസൃതി ചോദ്യം നിങ്ങളോട് ചോദിച്ചായിരുന്നല്ലോ, വിച്ച് വൺ ഈസ് മോർ വെയിറ്റ്, 1 kg ഓഫ് അയൺ ഓർ 1 kg ഓഫ് cotton is more weight? And Juvana, what is your reply, my dear? Iron. 1 kg of iron. 1 kg of iron is more weight. Iron cannot be 1 kg. Why? Iron നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നൊന്നുമല്ലല്ലോ. അയ്യോ, നമ്മൾ കടയിൽ സാധനം വാങ്ങാം നമുക്ക്. അതല്ല ഞാൻ പറഞ്ഞത്, അയൺ ആയിട്ട് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ പറ്റും. അയൺ ആയിട്ടെന്ന് പറഞ്ഞാല് അയൺ മെറ്റീരിയൽസ് വി ക്യാൻ ബൈ, നോ, ലൈക്ക് സിക്കിൾ, സ്പെയ്ഡ്, അയൺ ബാർസ്, അതെല്ലാം അയൺ തന്നെയല്ലേ. ഇവിടെ അതാണ് ഉദ്ദേശിക്കുന്നത്. അയണും കൊണ്ട് ഉണ്ടാക്കിയ എന്ത് വസ്തുവാണല്ലോ അതൊരു 1 kg. 1 kg ഓഫ് അയൺ ആൻഡ് 1 kg ഓഫ് കോട്ടൺ, വിച്ച് ഈസ് മോർ ഹെവിയർ? Iron. 1 kg of iron. 1 kg of iron is more heavier. And Joel, what is your opinion, my dear? 1 kg of iron. Anybody else is having any other opinion? Halima, do you two agree with that? Iron is more heavier than cotton? ഏതാ 1 കിലോ അയണും 1 കിലോ കോട്ടണും പഞ്ഞിയും ഇരുമ്പും ഇതിലേതാണ് കൂടുതൽ ഭാരം എന്നാണ് എന്റെ ചോദ്യം. ഓഹോ, ജസ്റ്റിസ് കയറിയാ? Yeah, it is equal because 1 kg. I am not asking about the volume. Means അതിന്റെ എത്ര വലിപ്പം ഉണ്ടെന്നല്ല ചോദിച്ചത്, വെയിറ്റ് ആണ് ചോദിച്ചത്. 1 kg of iron and 1 kg of cotton, both weight is same, no? Weight is same. Iron may be this much only, 1 kg means this much only, small one it is. But 1 kg of cotton means this much weight will be big in bundle. 1 kilo cotton എന്ന് പറയുമ്പോൾ വലിയൊരു പൊതിയായിരിക്കും, പക്ഷെ weight is same, isn't it? Just it is a funny question, that's all. Okay, leave it. നിങ്ങൾക്ക് വേണമെങ്കിൽ ആരോട് വേണേലും ചോദിക്കാം. ചുമ്മാ ഒരു തമാശ കുസൃതി ചോദ്യമാണ്, അത്രേ ഉള്ളൂ. ഓക്കെ, എനിവേ, ഇവിടെ നമ്മൾ പറഞ്ഞത് ഈ അയണ് അതിന്റെ വലിപ്പത്തിനേക്കാൾ കൂടുതൽ അതിന് വെയിറ്റ് വരുന്നുണ്ട് അല്ലെ, അതുകൊണ്ട് അത് വെള്ളത്തിലേക്ക് ഡിപ്പായി പോകും, സിങ്ക് ആകും. An equal volume of cotton will be lighter than water. It will be float on water if placed on wax paper. നമ്മൾ കോട്ടന്
വെള്ളത്തിലേക്ക് ഇട്ടാൽ എന്ത് സംഭവിക്കും? വെള്ളത്തിനേക്കാൾ ഭാരം കുറവായിരിക്കും അല്ലെ? അതുകൊണ്ട് വെള്ളത്തിന് ഒഴുകി പോകുവോ അതെയോ എന്താ വെള്ളത്തിൽ താന്നു കിടക്കുവോ കോട്ടൺ? ഇനി ഒരു ക്വസ്റ്റ്യൻ, അത് വേറൊരു ക്വസ്റ്റ്യൻ. അപ്പൊ വെള്ളത്തിന്റെ വോളിയൂമിനേക്കാൾ വോളിയൂം കൂടുതലുള്ള വസ്തുക്കളാണ് താഴോട്ട് പോകുന്നത്. 1 കിലോ വെള്ളം എന്ന് പറയുമ്പം 1 കിലോ അയണിനേക്കാൾ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അതന്നെ അയൺ താഴോട്ട് താന്നു പോകും. ബട്ട് കോട്ടൺ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പൊ ഈ പറഞ്ഞ ഇതൊരു കുസൃതി ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് തിങ്ക് 1 kg. ഇപ്പം 1 കിലോ കോട്ടൺ വിൽ ബി ദിസ് മച്ച് ഇൻ ബണ്ടിൽ. So big it is, so huge it will be. 1 kg എന്ന് പറയുമ്പോൾ കുറേ വരും അല്ലെ കോട്ടണ്, ബിക്കോസ് ഇറ്റ് ഈസ് വെയ്റ്റ്ലെസ്. ഇനി ആ കോട്ടൺ നമ്മള് വെള്ളത്തിലിട്ടാൽ എന്ത് സംഭവിക്കും? വെദർ ഇറ്റ് വിൽ ഡിപ്പ് ഓർ സിങ്ക് ഓർ ഇറ്റ് വിൽ ഫ്ലോട്ട്. ഒഴുകി നടക്കുവോ വെള്ളത്തിൽ താന്നു പോകുമോ? If you talk, you have to unmute and have to say. വെള്ളത്തിന്റെ മുകളിൽ കൂടെ ഒഴുകി നടക്കും അല്ലേ? That is Harinan's opinion. What about you, Afroz? ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്. നമ്മളെ ഇപ്പൊ പഠിച്ചു നമ്മൾ വെള്ളത്തിൽ സിങ്ക് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന കാര്യമാണ് പറഞ്ഞത്. വെള്ളത്തിനേക്കാൾ വോളിയൂം കൂടിയ വസ്തുക്കൾ, അതായത് വെള്ളത്തിന് എത്ര സ്ഥലം വേണം, 1 കിലോ വെള്ളം എന്ന് പറയുമ്പോൾ എത്ര സ്ഥലം വേണം നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാം. അതിനേക്കാൾ 1 കിലോ വസ്തു എന്ന് പറയുന്ന അതിന്റെ വോളിയൂം, അതായത് അതിന് സ്ഥിതി ചെയ്യാൻ അത്രയും സ്ഥലം ആവശ്യമില്ലെങ്കിൽ അത് താന്നു പോകും. ഇരുമ്പ് 1 കിലോ ഇരുമ്പും 1 കിലോ വെള്ളം എന്ന് പറഞ്ഞാല് വെള്ളം കൂടുതലാണ്. അപ്പം വെള്ളത്തെക്കാൾ കുറച്ച് സ്ഥലമേ ആവശ്യമുള്ളൂ ഇരുമ്പിന് 1 കിലോയ്ക്ക്. അതുകൊണ്ടാണ് ഇരുമ്പ് താന്നു പോകുന്നത്. വെയിറ്റ് സെയിം ആണെങ്കിൽ പോലും അത്രയും സ്ഥലം ആവശ്യമില്ല. അപ്പൊ നമ്മൾ കോട്ടന്റെ കേസ് എടുത്താൽ കോട്ടൺ ഒരുപാട് സ്ഥലമാണ്. 1 കിലോ കോട്ടൺ എന്ന് പറയുമ്പോൾ കുറേ സ്ഥലം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും? വെള്ളത്തിലേക്ക് നമ്മൾ കോട്ടൺ ഇട്ടാൽ എന്താ സംഭവിക്കുന്നേ? നമ്മളുടെ ഇപ്പൊ പറഞ്ഞ സിദ്ധാന്തം അനുസരിച്ചാണെങ്കിൽ കോട്ടൺ ഷുഡ് ഫ്ലോട്ട്, കോട്ടൺ ഒഴുകി നടക്കണം അല്ലെ? പക്ഷെ നിങ്ങൾ നോക്കിക്കോ, കോട്ടൺ എടുത്ത് വെള്ളത്തിൽ ഇട്ടാൽ എന്താ സംഭവിക്കുന്നേ? നിങ്ങൾ പേപ്പർ ബോട്ട് ഉണ്ടാക്കാറില്ലേ? ഇല്ലേ? പേപ്പർ ബോട്ട് ഉണ്ടാക്കാറില്ലേ? ഓക്കെ. If you float that, if you put that paper boat on the water, what will happen? It will float for some time. After that, what will happen? Okay. After some times, it will get wet and its weight will be more, and automatically it will sink into the water or it will dip into the water. അത് നനഞ്ഞു കഴിയുമ്പോൾ പേപ്പറിന്റെ വെയിറ്റ് കൂടും. അപ്പോൾ അത് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും. മനസ്സിലായോ? സെയിം വേ when we put cotton in the water, first it will float because it is weightless compared to water. വെള്ളത്തെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ ഒരുപാട് വെയിറ്റ്ലെസ് ആണ്, വെയിറ്റ് കുറവാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? ഇത് വെള്ളത്തിൽ കൂടെ ഒഴുകി നടക്കും. പക്ഷേ നമുക്കറിയാം കോട്ടണിൽ വെള്ളം പറ്റി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കോട്ടൺ അത് എന്ത് ചെയ്യും? ഇറ്റ് വിൽ അബ്സോർബ് വാട്ടർ, വെള്ളം വലിച്ചെടുക്കും. സോ അതിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുമ്പോൾ വെയിറ്റ് ആകും, പിന്നെ ആ കോട്ടൺ വെള്ളത്തിൽ മുങ്ങും. മനസ്സിലായോ? ഈ പേപ്പർ കേസ് പോലെ ഫസ്റ്റ് ഇറ്റ് വിൽ ഫ്ലോട്ട്, but when it gets water or when it absorbs water, it will get more heavier and then it will sink into the water. വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകും, താന്നുപോകും. But അതിന് വേണ്ടിയിട്ട് എന്താ പറഞ്ഞേക്കുന്നത്? We have to keep 1 kg or 2 kg of cotton on a wax sheet. അതായത് ഒരു പ്ലാസ്റ്റിക് പോലത്തെ ഷീറ്റിൽ കോട്ടൺ വെച്ചിട്ട് അത് വെള്ളത്തിലേക്ക് വെക്കുക. അപ്പം ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് വെള്ളം കയറും അതിനകത്ത്? ഇല്ല. അപ്പൊ അത് അതേ വെയിറ്റിൽ തന്നെ നിൽക്കും, വെള്ളത്തിൽ ഫ്ലോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അല്ലാതെ നമ്മൾ ചുമ്മാ കോട്ടൺ ഇട്ടാൽ അത് വെള്ളം അബ്സോർബ് ചെയ്തിട്ട് എന്ത് സംഭവിക്കും? ഇറ്റ് വിൽ സിങ്ക് ഇൻ ടു ദ വാട്ടർ. An equal volume of cotton will be lighter than water. It will float on water if placed on wax paper. The mass per unit volume is a substance is known as density. A substance, iron or aluminium, which is denser than water, will sink in water. A substance, wood, cotton, which is less dense than water, will float on water. ഇവിടെ ഡെൻസിറ്റി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി മീൻസ് ദ മാസ് പെർ യൂണിറ്റ് വോളിയൂം ഓഫ് സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഷാനി പേപ്പറിലൊക്കെ അറിയാം. ഷാനിഫ ഗുഡ് മോർണിംഗ്, കണ്ടില്ലായിരുന്നല്ലോ? ഓക്കെ, ഗുഡ് മോർണിംഗ്. ഓക്കെ.
See, density means density എന്ന് പറഞ്ഞാൽ the mass per unit volume is of mass per unit volume of a substance is known as density. അതായത് ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലവും അതിന്റെ വെയിറ്റിന്റെയും കൂടെ കമ്പയർ ചെയ്യുന്നതാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞ പോലെ 1 കിലോ വെള്ളവും 1 കിലോ കോട്ടണും, അല്ലെങ്കിൽ 1 കിലോ അയൺ ആൻഡ് 1 kg ഓഫ് കോട്ടൺ. The density will be more for cotton because 1 കിലോ കോട്ടൺ എന്ന് പറയുമ്പോൾ ഹെവി ബണ്ടിലാണ്, വലിയൊരു കൂമ്പാരം പോലെ കാണും, കുറെ കാണും, അതിന് കനം കൂടുതലായിരിക്കും. If you have gone to shop to buy rice and rice you have might have purchased from shop, isn't it? നിങ്ങൾ കടയിൽ പോയിട്ട് അരി വാങ്ങിച്ചിട്ടുണ്ടോ? കടയിൽ പോയിട്ടുണ്ടോ എന്തെങ്കിലും സാധനം വാങ്ങാൻ വേണ്ടി? നിങ്ങളുടെ മമ്മീസ് നിങ്ങളെ കടയിൽ വിടാറുണ്ടോ? പോയിട്ട് അത് വാങ്ങിട്ട് വാ, ഇത് വാങ്ങിട്ട് വാങ്ങുന്നതിന്? അയ്യോ, ഇവിടെ കഷ്ടിച്ചാണ്, ഹെവനൊക്കെ ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നിങ്ങൾ കടയിൽ പോയിട്ട് റൈസ് കടയിൽ പോയിട്ട് നിങ്ങൾ അരി വാങ്ങിച്ചു എന്ന് വിചാരിക്കാം. ഒരു 5 കിലോ അരി വാങ്ങി, കൂടത്തിൽ ഒരു 5 കിലോ അവൽ. എന്താറിയാവോ? അവിയലല്ല, അവിൽ എന്ന് പറയുന്നത് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തിന്നുന്ന, ചായക്കൊക്കെ വൈകുന്നേരം സ്നാക്സ് ഒക്കെ ആയിട്ട്. ഓക്കെ, മനസ്സിലായില്ലേ? ഷാനിഫിനൊക്കെ അറിയാവോ അവൽ എന്ന് പറഞ്ഞാല്? വാങ്ങിയിട്ടുണ്ടോ? ഓക്കെ, പഴം കുഴച്ചോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ, ചായയൊക്കെ വെള്ളമൊക്കെ മിക്സ് ആക്കിയിട്ടൊക്കെ അങ്ങനെ കഴിക്കും നിങ്ങൾ ഓരോ രീതിയിൽ. ഓക്കെ, അത് അവൽ മനസ്സിലായല്ലോ. അപ്പം ഒരു 5 കിലോ അരിയും 5 കിലോ അവലും വാങ്ങിച്ചു. ആൻഡ് ഹൗ ഇറ്റ് വിൽ ബി? 5 kg of rice will be small compared to this 5 kg of അവലിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവലെന്ന് പറയുമ്പോൾ 5 കിലോ എന്ന് പറയുമ്പോൾ വലിയതായിരിക്കും. 1 കിലോ അവല് തന്നെ വലിയൊരു ബണ്ടിലിനകത്താണ് പൊതിഞ്ഞുകൊണ്ട് വരുന്നത്. പക്ഷെ നമ്മൾ അതൊരു പാത്രത്തിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് തോന്നും ഇത്രയും ചെറിയ പാത്രമാണെങ്കിൽ അതിനകത്ത് കൊള്ളത്തില്ല എന്ന് തോന്നും. പക്ഷെ നമ്മൾ അതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ അമർത്തി കഴിഞ്ഞാൽ അത് അമർന്നു പൊക്കോളും. അപ്പൊ ഇത്രയുള്ളൊരു പാത്രത്തിൽ പോലും നമുക്ക് 1 കിലോ ഇടാൻ പറ്റും. കൊണ്ടുവരുന്ന കവർ എന്തായാലും ഉണ്ടായിരിക്കും, ഇത്രയും വലിയ കവറായിരിക്കും. അപ്പൊ നമ്മൾ വിചാരിക്കും അതിനകത്ത് പറ്റൂല എന്ന്. പക്ഷെ ഇട്ട് കഴിഞ്ഞിട്ട് ഇങ്ങനെ അമർത്തിയേ പോകും. പക്ഷെ അതിന് വെയിറ്റ് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഡെൻസിറ്റി മീൻസ് ദ വോളിയൂം ഓഫ് എ സബ്സ്റ്റൻസ് പെർ യൂണിറ്റ്. അതിന്റെ കനം, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന്റെ വെയിറ്റ്. അതിന്റെ വെയിറ്റിനനുസരിച്ചുള്ള അതിന് വേണ്ട. ഇപ്പൊ കമ്പയർ നമ്മൾ പറഞ്ഞ വോളിയൂം ഓഫ് കോട്ടൺ ഈസ് മോർ കമ്പയർഡ് ടു അയൺ. അയണിനെ വെച്ച് നോക്കുമ്പോൾ പിന്നെ കോട്ടണിന് കുറേയും കൂടെ സ്ഥലം ആവശ്യമാണ്, അല്ലെ? അയൺ 1 കിലോ നിങ്ങൾ ഈ പണ്ടത്തെ കടയിലൊക്കെ കടയിലൊക്കെ ത്രാസൊക്കെ കണ്ടിട്ടുണ്ടോ? തൂക്കുന്ന സാധനം. പണ്ടത്തെ, ഇപ്പത്തെ ഇലക്ട്രോണിക് വെയിങ് മെഷീൻ അല്ല, ഇങ്ങനെ കല്ലൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ കണ്ടിട്ടുണ്ടാരെങ്കിലും? Okay, but nowadays it is not using anything because almost everybody is using in shops and all. They are using electronic weighing machine, and in other big shops they are using another type of weighing machine. വേറെ തരത്തിലുള്ള ഇങ്ങനെ സൂചി പോലെ നീക്കി വെക്കുന്നത്. പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ പറഞ്ഞ weighing machine? Means in my childhood we were using that type of weighing machine in shops, at houses and all. In my house there was. എന്റെ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കച്ചവടം ഒന്നുമില്ലായിരുന്നു. പക്ഷെ ഈ കൃഷി ചെയ്തിട്ട് കപ്പ, പയർ അങ്ങനെയുള്ളതൊക്കെ കൊണ്ട് വിൽക്കാൻ വേണ്ടിട്ട്, അപ്പം വീട്ടിൽ നിന്ന് ജസ്റ്റ് തൂക്കം നോക്കാൻ വേണ്ടി. സോ ഈ വെയിങ് മെഷീൻ എന്ന് പറഞ്ഞാൽ ത്രാസ് എന്ന് പറയുന്ന സാധനം ഇങ്ങനെ ഒരു ബാലൻസ് ആണ്, വെയിങ് ബാലൻസ്. ആ ബാലൻസിന്റെ 2 സൈഡിൽ ഇങ്ങനെ ഒരു ബൗൾ പോലത്തെ ഒരു സാധനം ഉണ്ട്. ആൻഡ് അതിനെന്താ പറയുന്നത്, ചെയിൻ പോലത്തെ ഒരു സാധനമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഈ രണ്ട് ചെയിനിൽ ഒരെണ്ണത്തിൽ സാധനവും വെക്കും, ഒരെണ്ണത്തിൽ നമ്മൾ ഈ വെയിങ് സ്റ്റോണ്, അതായത് എന്താ പറയണ്ടേ, അളക്കാൻ വേണ്ടി ഉപയോഗിക്കും തൂക്ക് കട്ടാന്നൊക്കെ പറയുന്ന സാധനം, തൂക്കെട്ടി. അത് 1 kg ഉണ്ട്, 2 kgs ഉണ്ട്, 3 kgs ഉണ്ട്, 5 kgs ഉണ്ട്, 10 kgs ഉണ്ട്, അങ്ങനെ. അപ്പൊ അതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ചാച്ചനൊക്കെ പറയും, മൈ ഫാദർ യൂസ് ടു സേ ഗോ ആൻഡ് ബ്രിങ് ദാറ്റ്. ചിലപ്പോൾ 1 kg എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെറിയ സ്മോൾ വണ്ണാ, പക്ഷെ അതിന് 1 kg വെയിറ്റ് ഉണ്ട് അതിന്. ഈ 5 kg എന്ന് പറഞ്ഞ ഒരു എന്താ പറയണ്ടേ, ഇവിടെ ഒരു നിങ്ങളുടെയൊക്കെ ലഞ്ച് ബോക്സ് ഇല്ലേ, ലഞ്ച് ബോക്സിനേക്കാൾ ലിറ്റിൽ മോർ ബിഗ് വൺ ഉള്ളി, അത്രേ വലിപ്പമുള്ളൂ. പക്ഷെ ഇറ്റ് ഈസ് വെയ്റ്റ്സ് 5 kg. 10 kg എന്ന് പറയുമ്പോഴത്തേനും കുറച്ചും കൂടെ വലിപ്പമുണ്ട്, നമ്മുടെ ലഞ്ച് ബോക്സിനേക്കാളും കുറച്ചും കൂടെ ഒരു വലിപ്പമുണ്ട്. പക്ഷെ അതിന് 10 kg വെയിറ്റ് ഉണ്ട്, ബിക്കോസ് ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് അയൺ.
മനസ്സിലായോ? ആ 10 kg ഒരു വെയിങ് സ്റ്റോൺ ഒരു ഇതിൽ വെച്ച് കഴിഞ്ഞാൽ ഇപ്പുറത്ത് നമ്മൾ വെക്കണ ഇപ്പൊ അന്നത്തെ കാലത്തൊക്കെ കപ്പ നെല്ലൊക്കെ കൃഷി ചെയ്യുന്ന സംഭവമായിരുന്നല്ലോ. അപ്പൊ അത് വലിയൊരു ചാക്കിനകത്ത് വെക്കണമായിരുന്നു. അത്രയും മാസ് ഉണ്ട് അതിന് ഡെൻസിറ്റി ഉണ്ട്. മീൻസ് അത്രയും 10 kg മാസ് എന്ന് പറയുമ്പോൾ 10 കിലോ പിന്നെ വെയിറ്റ് എന്ന് പറയുമ്പോൾ നെല്ലാണെന്നെങ്കിൽ suppose I'm telling about talking about paddy. If paddy means you have to keep in big sack. ഒരുവിധം മുഴുത്ത ഒരു സഞ്ചിയിൽ 10 കിലോ നെല്ല് വരും. മനസ്സിലായോ? ആ 10 കിലോ നെല്ല് ഇപ്പുറത്ത് നമ്മൾ വെക്കണമെങ്കിൽ ഇത്രയും ചെറിയ നമ്മുടെ ലഞ്ച് ബോക്സിനേക്കാൾ അല്പം കൂടെ വലുപ്പമുള്ള ഒരു വെയിങ് സ്റ്റോൺ വെച്ചാൽ മതിയായിരുന്നു. സോ അതിന്റെ ഞാൻ പറഞ്ഞ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാനുള്ള സ്ഥലത്തിന്റെ അതിന്റെ മാസ് ഇതിന്റെ സ്ഥലവും അതിന്റെ ആ ഭാരവും കൂടെ കൂടിയിട്ടുള്ള ഒരു ഇതാണ്. Okay. So the mass per unit volume of substance is known as density. The substance iron, aluminum, which is denser than water, will sink in water. Okay. ഇനി ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് ഈ അയൺ, അലുമിനിയം ആൻഡ് ഓൾ will sink into the water, will dip, അതായത് വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന്. 1 കിലോ അയൺ എന്ന് പറയുന്നതും 1 കിലോ വെള്ളം എന്ന് പറയുന്നതും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ആ 1 കിലോ അയൺ will be very less and 1 kg of water will be more. The density is more. Understand? Did you understand? Why does these things sink into the water? വേറെ ഒന്ന് പറയാം. നിങ്ങൾ വെള്ളത്തിന്റെ മേലെ നിങ്ങൾ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നിങ്ങൾ നീന്തി നടക്കും അല്ലേ? If you don't know to swim, what will happen? You will drown in the water, isn't it? നിങ്ങൾക്ക് നീന്തൽ അറിയാവുന്നത് കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും? കൈ നീന്തുമ്പോൾ എപ്പോഴും കൈ ഇങ്ങനെ ആക്കും, അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ടൊക്കെ ആക്കും, കാല് ബാക്കിലേക്ക് ആക്കും അല്ലേ? ഡു യു ഡു ലൈക്ക് ദാറ്റ് വേ? Who knows to swim? I know, miss. Only one person know to swim. ഇവിടെ ഒറ്റ ഒരാൾക്ക് നീന്താൻ അറിയത്തുള്ളൂ. 1 2 3 4 just as you don't know. Okay. How you swim? നേരെ അങ്ങ് പോയിട്ട് വെള്ളത്തിലേക്ക് ഇരിക്കുകയാണ് ചെയ്യുന്നത് സ്വിമ്മിങ്ങിന്. നോ, യു വിൽ പുട്ട് യുവർ ഹാൻഡ്സ് ഫോർവേഡ് ആൻഡ് ലെഗ്സ് ബാക്ക്വേർഡ്. അങ്ങനെയല്ലേ നീന്തുന്നത് അല്ലേ? എന്തിനാണെന്നറിയാമോ? ബിക്കോസ് നിങ്ങളുടെ വെയിറ്റിൽ അത്രയും വെള്ളം എന്ന് പറയുമ്പോൾ കുറെ വെള്ളം ഉണ്ടാകും. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ട് ഇരുന്നാൽ നമുക്ക് അത്രയും ഡെൻസിറ്റി ആവശ്യമുള്ളൂ. പക്ഷെ നമ്മൾ അന്നേരം താന്നു പോകും, വെള്ളത്തിൽ മുങ്ങിപ്പോകും. അതുകൊണ്ടാണ്. അണ്ടർസ്റ്റാൻഡ്? നമ്മൾ കാലും കൈയും നിവർത്തി വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ കുറേയും കൂടി ഡെൻസിറ്റി ഉണ്ട്, കുറേയും കൂടെ നീളം വന്നു നമുക്ക് അല്ലേ? ഓക്കെ. ഇപ്പൊ വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് കോട്ടൺ എന്തുകൊണ്ടാണെന്ന് കോട്ടൺ അല്ല, നമ്മുടെ അയൺ എന്തുകൊണ്ട് പോകുന്ന വെച്ചാൽ 1 kg ഓഫ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ഉണ്ട്. പക്ഷെ 1 kg ഓഫ് അയൺ മീൻസ് ദിസ് മച്ച് ഉള്ളി. അപ്പം അതിന്റെ ഡെൻസിറ്റി ഈസ് ലെസ് കമ്പയർഡ് ടു 1 kg ഓഫ് വാട്ടർ. ഇപ്പൊ വെള്ളത്തിന്റെ വെച്ച് നോക്കുമ്പോൾ ഈ അയണിന്റെ ഡെൻസിറ്റി കുറവാണ്, അതിന് അത്ര സ്ഥലം ആവശ്യമുള്ളൂ. അതുകൊണ്ട് വെയിറ്റ് ഉണ്ട്, പക്ഷെ അതിന് അത്ര സ്ഥലം ആവശ്യമുള്ളൂ, വെയിറ്റും ഉണ്ട്. അതുകൊണ്ട് ഇറ്റ് വിൽ ഡ്രോപ്പ് ഇൻ ടു ദ വാട്ടർ, വെള്ളത്തിലേക്ക് താന്നു പോകും. A substance like a wood, cotton, which is less dense than water, will float on water. ഈ വുഡ് പീസ് ഇനി വലിയൊരു മരക്കഷ്ണം എന്ന് വെച്ചാൽ എന്താ പറയണ്ടേ, നീളം കുറഞ്ഞ പക്ഷെ നല്ല കനമാണെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിൽ താഴ്ന്നു പോയെന്ന് വരും. സാധാരണഗതിയിൽ അങ്ങനെ താഴത്തില്ല. വലിയ മരങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാക്കും, എല്ലാ ഈ മഴയത്തൊക്കെ തോടും പുഴയൊക്കെ ഉള്ളവരൊക്കെയാണ് കണ്ടിട്ടുണ്ടാകും. പുഴയൊക്കെ മരത്തിന്റെ ഇതെല്ലാം ഒഴുകി വരുന്നത്. പക്ഷെ അതിന് ഒത്തിരി വെയിറ്റ് ഉണ്ട്, കുറച്ചേ വലിപ്പമുള്ളൂ എന്നുള്ള അങ്ങനത്തെ മാത്രം താഴ്ന്നു പോകും, അല്ലാത്തെല്ലാം വെള്ളത്തിൽ ഒഴുകി വരും സാധാരണ. Okay, matter can be classified on this basis of whether it is floats or sinks in water. That is on the basis of whether its density is less than or more than that of water. അപ്പം വെള്ളത്തിലേക്കാൾ ഡെൻസിറ്റി കൂടുതലാണോ കുറവോ ആണോ എന്നതിനെ ആശ്രയിച്ചാണ് whether it will float or sink into the water. Okay, next one is transparency. ഈ transparency means you know, ജോയൽ എവിടെ പോയി? ജോയലിന്റെ ചെവി മാത്രം കാണുന്നുള്ളല്ലോ. Okay. You can see through glasses but not through wood or metal plate. Transparency means this. You can see outside through the glass.
I think you have windows in your house, isn't it? Why do you keep your windows? Okay. Sun to get the sunlight. And see, if you have glasses and or if you did not keep a glass also, if there is space, you can see outside because sunlight comes inside. Okay. And you can see, look, when you look outside, you can see through the glasses. But if you hold a paper like this way and if you look outside, can you see anything? No, not clear. No, if you use with the clothes, if you look also with some clothes, you can see not clearly, but you can see. But with the use of using some clothes, we cannot see at all. ചില തുണികൾ കനം കുറഞ്ഞ തുണികൾ കൂടെ നമ്മൾ ഇങ്ങനെ നോക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ കാണാൻ പറ്റും. പക്ഷെ ക്ലിയർ അല്ലെങ്കിൽ പോലും നമുക്ക് കാണാൻ പറ്റും. ബട്ട് ഇത് തിക്ക് ക്ലോത്ത് വി കനോട്ട് സീ. നല്ല കട്ടിയുള്ള ക്ലോത്തുമായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇപ്പൊ ഞാൻ എന്റെ ഷോൾ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയാൽ ഐ ക്യാൻ സീ. ഇത് ഒരു ലെയർ ഉള്ള, ഇത് വളരെ നേർത്തതാണ്, ലൈറ്റ് ആണ്, അതുകൊണ്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും. ഞാൻ ഇങ്ങനെ വെച്ചാലും ഐ ക്യാൻ സീ യു ഓൾ. ശ്രീവിഷ്ണു ഒക്കെ കൈ അനക്കുന്നതൊക്കെ ഞാനിപ്പോ കണ്ടു. ഓക്കെ. പക്ഷെ ആയിരുന്നത് എക്സ്പെരിമെന്റ് നടത്തുകയാണ്. നിങ്ങളൊന്ന് നോക്കിക്കേ, നിങ്ങളുടെ ലൈറ്റ് കളർ ലൈറ്റ് ആയിട്ടുള്ള, അതായത് കനം കുറഞ്ഞ വസ്ത്രം ഉപയോഗിച്ചാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. Can you see? Yes. കാണാം. ഇനി അത് ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ വിട്ടിരിക്കുന്ന ബനിയൻസ് അങ്ങനെയുള്ളത് ഡബിൾ ആക്കും, ഒന്നുകൂടെ ഫോൾഡ് ചെയ്തിട്ട് രണ്ടായിട്ട് എന്ത് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? കാണുന്നില്ല അല്ലേ? ഓക്കെ. സോ ഈ ട്രാൻസ്പെറൻസി മീൻസ് this is because light can pass through glasses but not through the wood metal. ഇരുമ്പോ അല്ലെങ്കിൽ മരക്കഷ്ണോ, ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ കട്ടിയുള്ള കോട്ടൺ ക്ലോത്ത് എന്തുമായിക്കോട്ടെ, അതിലൂടെ ലൈറ്റിന് ഉള്ളിലേക്ക് കിടക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി വേറൊരു എക്സാമ്പിൾ പറയാം. നിങ്ങൾ മാസ്ക് ഉപയോഗിക്കാറുണ്ട് അല്ലേ? യു വെയർ മാസ്ക് only to cover your mouth. മൗത്ത് മാത്രം മൂടാൻ വേണ്ടിയാണ് നിങ്ങൾ എങ്ങനെയാണ് മാസ്ക് ഉപയോഗിക്കുന്നത്? No, we have to cover our nose and mouth also. And if you have 2 or 3 types of mask, you know that if it is a light, means not much weight, weightless mask means you can breathe properly even if you cover your nose. But if you are using a thick cover cloth mask, it is difficult for you to breathe. Layer mask. Layer mask. Okay. ആദ്യമൊക്കെ ഇറങ്ങിയ സമയത്ത് ലൈനിങ് ക്ലോത്ത് വെച്ചിട്ടൊക്കെ തീരെ കനം കുറഞ്ഞ തുണി വെച്ച് മാസ്ക് തയ്ക്കാറുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചാൽ നിങ്ങൾക്ക് ബ്രീത്ത് ചെയ്യാൻ ഈസിയാണ് അല്ലേ? ഇനി പിന്നെ പറഞ്ഞു അതൊന്നും പറ്റിയല്ല, ഇനി കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ളത് വേണമെന്നൊക്കെ പറഞ്ഞു. ഇപ്പം പുതിയതായിട്ട് ഇറങ്ങുന്നൊക്കെ കുറച്ചുകൂടെ കട്ടിയായിട്ടുള്ളത് നമുക്ക് ബ്രീത്ത് ചെയ്യാൻ പാടാണ്. പിന്നെ അനദർ തിങ്, ആ ബ്രീത്ത് അതെന്താന്ന് വെച്ചാൽ അതിലൂടെ ഓക്സിജൻ അങ്ങോട്ട് കയറാൻ ബുദ്ധിമുട്ടാണ് അല്ലേ? ഓക്കെ. ഇനി വേറൊന്ന് തന്നെ, നമ്മൾ മാസ്ക് വെക്കുമ്പോൾ നമ്മളോട് പറയുന്ന ക്വാളിറ്റി ഉള്ള, അതായത് നല്ല മാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൂക്കിൽ നിന്ന് ശ്വാസം നമ്മുടെ കയ്യിൽ തട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ് മാസ്ക് ഈസ് നോട്ട് ഗുഡ്. നിങ്ങൾ ധരിക്കുന്ന മാസ്ക് മൂക്ക് വെച്ചിട്ട് നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന സമയത്ത് ഇഫ് ഇറ്റ് ടച്ചസ് അവർ ഹാൻഡ്, ഇഫ് യു ഫീൽ ലൈക്ക് ദാറ്റ് എയർ കംസ്, ഇപ്പോഴല്ല മാസ്ക് വെച്ചിട്ട് നോക്കണം, എന്നാലേ പറ്റുള്ളൂ. ഓക്കെ. അപ്പം നമ്മുടെ മാസ്ക് നല്ലതല്ലാന്ന്. പക്ഷെ നമ്മൾ കട്ടിയുള്ള തരം മാസ്ക് ഉപയോഗിച്ചാൽ നമ്മൾ നമ്മുടെ മൂക്കിൽ നിന്നുള്ള ആ ശ്വാസം പുറത്തോട്ട് വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യത്തില്ല. വി ഷുഡ് യൂസ് സച്ച് ടൈപ്പ് ഓഫ് മാസ്ക്. ഓക്കെ. ഇവിടെ ട്രാൻസ്പെറൻസി മീൻസ് ദ തിങ് വിച്ച് passes light through it. ഇത് ലൈറ്റ് പാസ് ചെയ്ത് വിടുന്ന, സൂര്യപ്രകാശം കടത്തി വിടുന്ന വസ്തുക്കളാണ് ട്രാൻസ്പെറന്റ് എന്ന് പറയുന്നത്. അല്ലാത്തത് ട്രാൻസ്പെറന്റ് അല്ല. Do you know why this is? Because light can pass through glasses but not through wood or metal. Substances are classified into 3 groups depending on the amount of light that can pass through them. If most of the light can pass through an object, it is known as transparent. നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള ഗ്ലാസ്സുകളുണ്ട്. നിങ്ങളുടെ വണ്ടിയുള്ളവർക്കൊക്കെ അറിയാം സൺഗ്ലാസ് ഒട്ടിച്ചത് അങ്ങനെയൊക്കെ അല്ലേ, കറുത്ത കളറിലൊക്കെ ഒട്ടിച്ചു. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. സോ ഈ സ്പെക്സ് തന്നെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇതൊക്കെ ട്രാൻസ്പെറന്റ് ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് കാണാൻ പറ്റും.
നിങ്ങൾ കണ്ടിട്ടുണ്ടോ ബ്ലാക്ക് കളർ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ വെച്ചിട്ടുണ്ടോ കൂളിംഗ് ഗ്ലാസ് ഒക്കെ? യെസ്. അപ്പൊ ഈ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെക്കുമ്പോൾ സാധാരണ ഗ്ലാസ് വെക്കുന്നതാണോ കൂളിംഗ് ഗ്ലാസ് വെക്കുന്നതാണോ നിങ്ങൾക്ക് കാണാൻ ഈസി ആയിട്ടുള്ളത്? നമ്മൾ സ്റ്റൈലിന് വേണ്ടിയിട്ട് കൂളിംഗ് ഗ്ലാസ് വെക്കും. സാധാരണ വെക്കുന്നത് തന്നെയാണ് ഈസി ആയിട്ട്. ഇത്തരം സ്പെക്സ് യൂസ് ചെയ്തിട്ട് മറ്റേ കൂളിംഗ് ഗ്ലാസ് വെച്ച് എനിക്ക് ഒന്നും തന്നെ കാണാൻ പറ്റില്ല. കാണാം മീൻസ് ഐ ക്യാൻ സീ യു ആർ സ്റ്റാൻഡിങ് ആൻഡ് ബട്ട് വിൽ നോട്ട് ബി സോ ക്ലിയർ ലൈക്ക് ദിസ്. ഇനി നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വണ്ടിയിലൊക്കെ ആണെങ്കിലും ഗ്ലാസ്സിന് ബ്ലാക്ക് കളർ ഒക്കെ ആണെന്നൊരിക്കൽ നമുക്ക് പുറത്തുള്ളത് കാണാൻ പറ്റും. ഒരാൾ അതിൽ നടന്നു പോകുന്നത് കാണാൻ പറ്റും. പക്ഷെ സാധാരണ ഗ്ലാസ് പോലെ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ? നോ. സോ ഇഫ് മോസ്റ്റ് ഓഫ് ദ ലൈറ്റ് ക്യാൻ പാസ് through an object, it is known as transparent. If no light can pass through, it is called opaque. ഒരു ലൈറ്റും പോകില്ലാത്ത വസ്തുക്കൾ എന്താണ്? ഒപ്പാക്ക് എന്ന് പറയുന്നത്. If light can pass through partially, it is called as translucent. ഈ ട്രാൻസ്കുലന്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലുസന്റ് എന്ന് പറഞ്ഞാൽ പകുതി പോകും. നമ്മളൊക്കെ അറിയാം, നിങ്ങളുടെ വീട്ടിലെ ജനലുകൾ നിങ്ങൾ നോക്കുക, ട്രാൻസ്പെറന്റ് ആണോ ഒപ്പാക്ക് ആണോ ഇനി ട്രാൻസ്ലുസന്റ് ആണോ? നിങ്ങളുടെ വീട്ടിലെ ഗ്ലാസ്സുകളിൽ പ്ലെയിൻ ആയിട്ടുള്ള ഗ്ലാസ്സുകൾ കാണും വിൻഡോസിൽ അല്ലേ? ഓക്കെ, എനിക്ക് തോന്നുന്നു അഫ്രോസ് ഇസ് സിറ്റിംഗ് നിയർ വിൻഡോ. അഫ്രോസിന്റെ വിൻഡോയിൽ പ്ലെയിൻ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. നല്ല വെളിച്ചം കാണുന്നുണ്ട്. പിന്നെ ആരാ വിൻഡോയുടെ അടുത്തിരിക്കുന്ന ആള്? ഹലീമ കർട്ടൻ ഇട്ടതുകൊണ്ട് എന്നാലും അത് പ്ലെയിൻ ഗ്ലാസ് ആണെന്ന് തോന്നുന്നു. സൺലൈറ്റ് കയറുന്നത് കാണാം. ഓക്കെ, അതാ ജുവാനാസ് ഓൾസോ ഇസ് പ്ലെയിൻ ഗ്ലാസ്. ഓക്കെ, ദാറ്റ് ഇസ് ട്രാൻസ്പെറന്റ്. പിന്നെ ജസ്റ്റിസിന്റെ ജസ്റ്റിസിനെ മാത്രമേ കാണുന്നുള്ളൂ, ഗ്ലാസ് കാണുന്നില്ല, അതുകൊണ്ട് പറയാൻ പറ്റത്തില്ല. ഇനി ഓക്കെ, ഇനി വേറെ തരം ഒരു ഗ്ലാസ് ഉണ്ട്. നിങ്ങൾ കണ്ട ഡിസൈൻസ് ഒക്കെ ഉള്ള, നമ്മുടെ ഇവിടുത്തെ പ്ലെയിൻ ഗ്ലാസ് ആണ്. ചില വിൻഡോസിനൊക്കെ പ്ലെയിൻ ഗ്ലാസ് ആണ്, ബട്ട് അതില് ഡിസൈൻസ് ഇങ്ങനെ എന്താ പറയാ കുണ്ടും കുഴിയൊക്കെ പോലത്തെ ഡിസൈൻസുകളൊക്കെ വരുന്നത്, ചെറിയ ചെറിയ സ്പോട്സുകൾ പോലെ. അത് ഇറ്റ് വിൽ നോട്ട് ബി സോ സ്മൂത്ത്, ഇച്ചിരി റഫ് ആയിരിക്കും. റഫ് എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ ഇതുള്ളതുകൊണ്ട് അത്തരത്തിലുള്ളതിന് നമുക്ക് എന്താ പറയുന്ന പുറത്തുള്ളതൊന്നും കാണാൻ പറ്റത്തില്ല. തിക്കാണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല അത്തരം ഗ്ലാസ്സുകൾ. ഓക്കെ, ഇനി ഒന്നും കാണാൻ പറ്റാത്ത മീൻസ് അത് ലൈറ്റ് ചെറിയ കടത്തി വിടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. ഓക്കെ, ഇറ്റ് പാസസ് ലൈറ്റ് ബട്ട് വി കനോട്ട് സീ. നമുക്ക് ആ ഗ്ലാസ് വെച്ചിട്ടാണെന്നൊരു നമ്മൾ വീട്ടിൽ കർട്ടനൊന്നും ഇടുന്നില്ലാത്ത ജനലിനൊക്കെ ആണെന്നൊരു നമ്മൾ അത്തരം ഗ്ലാസ്സുകൾ വെക്കും. കാരണം ഉള്ളിൽ നടക്കുന്നതൊന്നും പുറത്തും അറിയത്തില്ല, പുറത്ത് നടക്കുന്ന അറിയത്തില്ല, പക്ഷെ നമുക്ക് വെളിച്ചം കിട്ടും. നമുക്ക് നിഴലിൽ നമ്മുടെ ഒരു മനുഷ്യൻ നടക്കുന്നതൊന്നും കാണാൻ പറ്റത്തില്ല. സാധാരണ ഇപ്പൊ നിങ്ങളുടെയൊക്കെ കാണിച്ചതെല്ലാം ഞാൻ കണ്ടതെല്ലാം ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതാണ്. ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കർട്ടൻ നോക്കിയിട്ട് മാറ്റി നോക്കിയിട്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഹൂ ഹാസ് കം. സെൻഡിറ്റ് ആരെങ്കിലും വരുന്ന കോളിംഗ് ബെൽ അടിക്കുന്ന കേൾക്കുമ്പോഴേ ഓടിച്ചെന്ന് കഥ തുറക്കാതെ ജസ്റ്റ് യു ഹാവ് ടു ഓപ്പൺ ആൻഡ് സീ. ഇതാണ് ശ്രീവിഷ്ണുവിന്റെ വിൻഡോ. ശ്രീവിഷ്ണുവിന്റെ വിൻഡോ എനിക്ക് ഇവിടെ ഒരു ബ്ലാക്ക് കളർ പോലെ തോന്നുന്നു. അത് എത്തരത്തിലുള്ളതാണെന്ന് എനിക്കറിയില്ല. ക്യാമറ ഒന്നും കൂടെ അടുത്ത് കൊണ്ടുവരാവോ? ഓ, ഇത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും അല്ലേ മോനെ? ഇതൊരു ബ്ലാക്ക് കളറാന്നേ ഉള്ളൂ, പക്ഷെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. ഓക്കെ, ഇത് പ്ലെയിൻ തന്നെയല്ലേ? യെസ്. അവിടെ നോക്കിയപ്പോ ഒരു ലിറ്റിൽ ബ്ലാക്ക് പോലെ തോന്നി. ആണെങ്കിൽ ലിറ്റിൽ ബിറ്റ് ബ്ലാക്ക് ആണെന്നറിയാം, നമുക്ക് പുറത്തുള്ളത് കാണാം, പക്ഷെ അത്ര ക്ലിയർ ആയിട്ട് ഉണ്ടാവില്ല അല്ലേ? ഞാൻ ഉദ്ദേശിച്ചത് ഈ ടൈപ്പ് അല്ല, എന്തെങ്കിലും ഡിസൈൻസ് ഉള്ളതായിരിക്കും അതില്. എന്തെങ്കിലും ഒരു ഫിഷിന്റെ പോലെ പിക്ചറൊക്കെ ഉള്ളത്. നിന്റെ വീട്ടിലുണ്ടോ? ഹരിനന്ദിന്റെ വീട്ടിലുണ്ടോ? Can you show? ക്യാമറ എടുത്തിട്ട് പോകാൻ പറ്റത്തില്ല അല്ലേ? എവിടെ ഹരിനന്ദ് എവിടെ പോയി? ഓക്കെ ഓക്കെ നിങ്ങൾക്ക് സംഭവം മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ജസ്റ്റിസിന്റെ ഒക്കെ പ്ലെയിൻ ഗ്ലാസ് ആ മോനെ, എല്ലാം ക്ലിയർ ആയിട്ട് പുറത്തെ ഔട്ട് സൈഡിൽ നമുക്ക് ഇത് ഹരിനന്ദിന്റെ ഇത് ക്ലിയർ. എനിക്കിവിടെ ക്ലിയർ ആയിട്ട് കാണത്തില്ല. ആക്ച്വലി ഈസ് ഇറ്റ് ക്ലിയർ? ശരിക്കും ക്ലിയർ ആണോ? അത് ഇവിടെ ആതിരായും കാണിക്കുന്നുണ്ട് അല്ല. ഓക്കെ, അപ്പൊ എന്താണെന്ന് വെച്ചാൽ സംഭവം എന്തോ പുറത്തുള്ളത് നമുക്ക് എന്തോ സംഭവം ഉള്ളതുപോലെ നമുക്ക് തോന്നും. ഓക്കെ, ഹരിനന്ദിന്റെ കറക്റ്റ് ആണ്. പുറത്തെന്തോ ഉള്ളതായിട്ട് തോന്നും, പക്ഷെ നമുക്ക് ക്ലിയർ ആയിട്ട് ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ, സോ ഒന്നും കാണാൻ പറ്റാത്തതാണ് ഒപ്പാക്ക്. മീൻസ് ഇഫ് നോ ലൈറ്റ് ക്യാൻ പാസ് ത്രൂ ഇറ്റ് ഈസ് ആൻ ഒപ്പാക്ക്. പക്ഷേ
If light is passed clearly means that we can see properly is transparent. And half പകുതി കുറച്ച് ഭാഗം നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് translucence. Translucent. We cannot see through translucent objects. Frosted glass used in bathrooms, windows in translucent. I think ഇനി ഈ പറഞ്ഞ സാധനം നിങ്ങളുടെയൊക്കെ വീട്ടിലെ ബാത്റൂമിന്റെ വെന്റിലേഷൻ വെച്ചിട്ട് ഇരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? നിങ്ങളുടെ ബാത്റൂമിൽ ഒരു വെന്റിലേഷൻ ഉണ്ട്. നിങ്ങൾക്ക് അറിയാവോ സംഭവം എന്നാന്ന്? Do you know what is ventilation? നിങ്ങളുടെ ടോയ്ലറ്റിലൊക്കെ ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും മേളില്, കണ്ടിട്ടുണ്ടോ? എല്ലാവരുടെയും ഉണ്ടോന്ന് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് എല്ലാവരുടെയും തന്നെ കാണും. ഇപ്പൊ ഒക്കെ പണിത് പഴയ കാലത്ത് പണിത് പഴയ ബാത്റൂമാണ് കാണില്ല, പക്ഷെ ഇപ്പം പണിതിരിക്കുന്ന വെള്ളം എല്ലാ ബാത്റൂമിലും തന്നെ കാണും. വെന്റിലേഷൻ എന്ന് പറഞ്ഞ സംഭവം എന്താന്ന് വെച്ചാല് അവിടെ ഇങ്ങനെ പ്ലെയിൻ ഗ്ലാസ് വെക്കാറില്ല ആരും. പ്ലെയിൻ ഗ്ലാസ് വെക്കാത്ത എന്താന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ആരെങ്കിലും ഒളിഞ്ഞു നോക്കാനൊക്കെ സാധ്യതയില്ലേ? നിങ്ങളൊന്നും ചെയ്യല, നല്ല മക്കൾ എനിക്കറിയാം. അല്ല, തമാശക്കാണെങ്കിൽ പോലും ചിലര് ചെയ്യല്ലേ. അപ്പൊ അങ്ങനെ ആവുമ്പോ ഈ വെന്റിലേഷൻ വെച്ചിട്ടുള്ള ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഉണ്ട്, പക്ഷെ വി കാനോട്ട് സീ ഫ്രം ഔട്ട്സൈഡ് ഓർ ഇൻസൈഡ്. പുറത്തുനിന്ന് ഒരാൾ നോക്കിയാലോ അല്ലെ നമ്മൾ അകത്തുനിന്ന് നോക്കിയാലോ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ബാത്റൂമിൽ വെളിച്ചം കിട്ടും. അതിനാണ് ഞാൻ പറഞ്ഞ പോലത്തെ ചെറിയ ചെറിയ ഡിസൈൻസ് പോലെയുള്ള തിക്കായിട്ടുള്ള ഗ്ലാസ് ഉപയോഗിച്ചിട്ടുള്ളത്. അതാണ് ട്രാൻസ്ലുലന്റ്. ഈ കനോട്ട് സീ ത്രൂ ദ ട്രാൻസ്ലുലന്റ് ഒബ്ജക്ട്. നമുക്ക് കാണാൻ പറ്റില്ല, ബട്ട് വി വിൽ ഗെറ്റ് ദ ലൈറ്റ്. എന്റെ വീട്ടില് പുറത്ത് നടക്കുന്ന ഉള്ളിൽ കാണാനും പറ്റും, പുറത്തിലേക്ക് ഉള്ളിൽ കാണാണ്ടിരിക്കാനും. അത് വേറൊരു തരം ഗ്ലാസ്. നമുക്ക് അകത്ത് നിന്നുകൊണ്ട് പുറത്തുള്ളത് കാണാൻ പറ്റും അല്ലേ? ഇഫ് എനിബഡി ഹാസ് കം we can see them, but they cannot see us. ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഈ പുറത്തുള്ളവർക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഉള്ളിൽ നിന്ന് നോക്കിയാൽ പുറത്തുള്ളത് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 8 experimental investigation. Look towards a lighted electric bulb through a sheet of paper. Can you see the bulb? Now spread a few drops of oil on the paper and look through the portion of paper on which there is oil. What do you observe? Can you see the glow of the bulb now? Here one experiment is said. Take one paper and look at the bulb. First you have to switch on the bulb, then you have to look at that bulb through that paper. Can you see the bulb? നിങ്ങളുടെ പുസ്തകത്തിന്റെ നിങ്ങളുടെ ഒരു പേപ്പർ എടുത്തിട്ട് ബൾബ് ഓൺ ആക്കിയിട്ട് ബൾബെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല, we cannot see. But apply little oil on that paper, then you see there. Can you see? കാണാൻ പറ്റുമോ നോക്ക്. അതായത് സാധാരണ ഒരു പേപ്പർ എടുത്തിട്ട് ബൾബ് ഓൺ ആക്കിയിട്ട് ബൾബെ നോക്കുക, നമുക്ക് ആ ബൾബിന്റെ വെളിച്ചം കാണാൻ പറ്റത്തില്ല, ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ ആ പേപ്പറിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എന്തെങ്കിലും തേച്ചിട്ട് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വെളിച്ചെണ്ണ തേച്ച ഭാഗത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് അതിന്റെ തിളക്കമൊക്കെ കാണാൻ പറ്റും ബൾബിന്റെ. മനസ്സിലായോ? അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എണ്ണ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പേപ്പർ ട്രാൻസ്പെറന്റ് ആയി. ഇനി have you seen solar eclipse or lunar eclipse? Eclipse means what? Yes, miss. Eclipse എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രഹണം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം ഒക്കെ. We cannot see the solar eclipse with our naked eye. നമ്മുടെ നഗ്നനേത്രങ്ങളെ കൊണ്ട് നമ്മൾ ഒരിക്കലും നോക്കാൻ പാടില്ല. We should not see and we cannot see also. നമുക്ക് കണ്ടാൽ മനസ്സിലാകൂല, because sun is a hot ball of glowing. ഭയങ്കരമായിട്ട് ചൂട് കൊണ്ട് തിളക്കമുള്ള ഒരു വസ്തുവാണ് അല്ലെ? നമ്മുടെ കണ്ണും കൊണ്ട് നമുക്ക് സൂര്യനെ നോക്കി നമുക്ക് കണ്ണിങ്ങനെ എന്തോ ആയി പോകും അല്ലെ? നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ക്ലാസ് കഴിഞ്ഞിട്ട് മിറ്റിറങ്ങിട്ട് നോക്കും സൂര്യനെ, നമ്മുടെ കണ്ണിന് എന്തൊക്കെയോ പോലെ തോന്നൂലേ? കണ്ണിനെ നോക്കാൻ പറ്റില്ല. Okay, using an X-ray sheet we can see correctly and exactly the solar eclipse and all. നമ്മളിങ്ങനെ സോളാർ എക്ലിപ്സ് നടക്കുന്ന സമയത്ത് നമ്മൾ കണ്ണും കൊണ്ട് നോക്കാൻ പാടില്ല. നമ്മുടെ കണ്ണിന് അത് വല്ലാത്ത ദോഷമാകും, ഐസൈറ്റ് ഒക്കെ പോകാൻ സാധ്യതയുണ്ട്, നെർവസിനൊക്കെ ബാധിക്കും. അപ്പൊ നമ്മൾ ഈ സോളാർ എക്ലിപ്സ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയാ കണ്ടിട്ടുണ്ടല്ലേ? ആരെങ്കിലും കണ്ടിട്ടുള്ളവരുണ്ടോ? ബുക്കിലുണ്ട്. എക്സ്റേ സ്കാൻ വെച്ചിട്ട് നോക്കുമല്ലോ, എക്സ്റേ ഷീറ്റ്. By using an X-ray sheet. This is an X-ray sheet. We can see, but it does not pass that light. നമുക്ക് ആ എക്സ്റേ ഷീറ്റ് ഉപയോഗിച്ച് കഴിയുമ്പോൾ സണ്ണിന്റെ ആ പ്രകാശം ഒന്നും ഇങ്ങോട്ട് കടത്തിവിടത്തില്ല. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും സോളാർ എക്ലിപ്സ്. ഈവൻ ലൂണാർ എക്ലിപ്സോ ലൂണാർ എക്ലിപ്സ് ആണെങ്കിലും നമുക്ക് അങ്ങനെ കാണാൻ പറ്റും ബൈ യൂസിങ് ആൻ എക്സ്റേ ഷീറ്റ്. പിന്നെ
ഏതൊക്കെ ഈ പറഞ്ഞ പോലത്തെ നമ്മുടെ ഗ്ലാസ്സുകൾ ഉപയോഗിച്ച് കാണാം. അന്നേരം ഞാൻ അത് ഉപയോഗിച്ച് കണ്ടിട്ടില്ല, ഞാൻ എക്സ്റേ ഷീറ്റ് ഉപയോഗിച്ചാണ് കണ്ടിട്ട്. കാരണം വീട്ടിലുണ്ടാ സാധനം. ഇങ്ങനെ എടുത്ത് നോക്കിയാൽ ഈ സണ്ണും മൂണും ഇങ്ങനെ പാസ് ചെയ്യുന്നത്, കടന്നു പോകുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അവിടെ ഇതിന്റെ ഗ്ലോ ഇല്ല, അതായത് അതിന്റെ തിളക്കമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ കണ്ണിന് പ്രശ്നം വരുന്നില്ല, ക്ലിയർ ആയിട്ട് കാണാം. ഇപ്പം എക്സാമ്പിളോട് പറഞ്ഞത് അതുപോലെ തന്നെ ബൾബ് ഓൺ ആക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ആ എക്സ്റേ ഷീറ്റ്, നിങ്ങളുടെ ആരെങ്കിലും വീട്ടിൽ എക്സ്റേ ഷീറ്റ് ഉണ്ടെങ്കിൽ ആ എക്സ്റേ ഷീറ്റ് ഉപയോഗിച്ച് സണ്ണിനെ ഒന്ന് നോക്കുക. ഷുഡ് നോട്ട് ഇപ്പം അല്ല, ആഫ്റ്റർ ദ ക്ലാസ്. ആൻഡ് അതുപോലെ തന്നെ നിങ്ങളുടെ ബൾബ് ഓൺ ആക്കിയിട്ട്, സാധാരണ നമ്മൾ ബൾബ് ഓൺ ആക്കി ആ ബൾബ് മൊത്തം വെളിച്ചമായിട്ടാണ് നമുക്ക് കാണുന്നത് അല്ലേ? ആ ബൾബ് ഫുള്ള് റൗണ്ട് ബൾബ് ഓർ മറ്റേ LED ബൾബ് എന്തും ആയിക്കോട്ടെ, അത് ഫുള്ള് വെളിച്ചം നമുക്ക് തോന്നും. പക്ഷെ നമ്മൾ ആ എക്സ്റേ ഷീറ്റിലൂടെ ബൾബിനെ നോക്കി അതിന്റെ ഫിലമെന്റ് മാത്രം കത്തുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. മറ്റ് അതിലേക്കുള്ള ലൈറ്റുകൾ പാസ് ചെയ്യുന്നില്ല ഈ ഷീറ്റിൽ കൂടെ. ഓക്കെ, ക്യാൻ യു സീ ദ ബൾബ് ക്ലിയർലി ഓർ ക്യാൻ യു സീ ഓൺലി ദ ഇറ്റ്സ് ഗ്ലോ? It is oiled sheet of paper, opaque, transparent of translucent. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നു ഒപ്പാക്ക് ആണോ ട്രാൻസ്ലുലന്റ് ആണോ? ട്രാൻസ്ലുലന്റ് ആണ്, കാരണം പകുതി ഭാഗം കറുത്തി വിടുന്നുണ്ട്, പക്ഷെ ഒട്ടും ഇല്ലായികയില്ല അല്ലെ? ഓക്കെ, എയർ ഈസ് ട്രാൻസ്പെറന്റ്, ദാറ്റ് ഈസ് വൈ വി ആർ ഏബിൾ ടു സീ തിങ്സ് അറൌണ്ട് us. വാട്ടർ ക്യാൻ വെൻ ക്ലിയർ ഇറ്റ് ഈസ് ഓൾസോ ട്രാൻസ്പെറന്റ് മെറ്റീരിയൽ. വെള്ളവും അതുപോലെ തന്നെയാണ്. തെളിഞ്ഞ വെള്ളമാണെങ്കിൽ ട്രാൻസ്പെറന്റ്, അതുകൊണ്ട് വെള്ളത്തിനടിയിലുള്ള വസ്തു നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ചെളിവെള്ളമൊക്കെ കലക്കിയതോ അങ്ങനത്തെ എന്തെങ്കിലും മഴ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് അതിനകത്ത് കലങ്ങിയിട്ടുണ്ടാവും അല്ലെ? നമ്മുടെ ടൈം തീരാറായി മക്കളെ, ഇപ്പൊ കട്ടാവും. അപ്പം അത് ട്രാൻസ്പെറന്റ് അല്ല.